ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് കാറ്റേ കടലേ. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റിൻ്റെയും മുഴുവൻ പാഠങ്ങളുടെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കാണും. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ്. നമ്മൾ റീഡ് ചെയ്യുന്നതും ആ ചാപ്റ്ററിൻ്റെ അർത്ഥം പറയുന്നതും അതോടൊപ്പം തന്നെ എല്ലാ ചോദ്യോത്തരങ്ങളും ചെയ്യുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ മലയാളം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഓൾ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ 3ാമത്തെ പാഠമാണ്, 3ാമത്തെ യൂണിറ്റ് ആണ് കാറ്റേ കടലേ. അതിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. മാനത്തും താഴത്തും അതിരും കതിരും. ഓക്കെ, അതിൽ കുറേ പാഠങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് അത് വേറെ പാഠങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3ാമത്തെ യൂണിറ്റ് കാറ്റേ കടലേ. അതിൽ തുടക്കം തന്നെ നമുക്ക് വാതിൽ എന്നുള്ള സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു കവിതയാണ്. നിർഭയ എന്നാണ് കവിതയുടെ പേര്. പിന്നെ 2 ചാപ്റ്റേഴ്സ്, മാനത്തും താഴത്തും അതിരും കതിരും. മാനത്തും താഴത്തും എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ, 1ാമത്തെ ഭാഗം കാറ്റു പറഞ്ഞത്, അതൊരു കവിതയാണ്. കാറ്റു പറഞ്ഞത് ഒരു കവിതയും. 2ാമത്തെ കുട്ടിയുടെ പുഴയും. 3ാമത്തെ പാഠം കറുമിപ്പയ്യ്. അതേപോലെ 2ാമത്തെ യൂണിറ്റ് 2ാമത്തെ ചാപ്റ്റർ അതിരും കതിരും എന്ന ചാപ്റ്ററിലെ ഫസ്റ്റത്തെ പാഠം കാന്താരി കുട്ടിയും കൂട്ടുകാരും. 2ാമത്തെ പാഠം മണിയപ്പന്റെ മഴു. 3ാമത്തെ നെഞ്ചു നഞ്ച്. അപ്പൊ അങ്ങനെ നമുക്ക് മൊത്തം 6 പാഠങ്ങളാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് നമ്മുടെ ഫസ്റ്റ് വാതിൽ എന്നുള്ള സെക്ഷനിലുള്ള നിർഭയ എന്ന കവിതയും അതേപോലെ തന്നെ 1ാമത്തെ ചാപ്റ്റർ മാനത്തും താഴത്തും എന്നുള്ള ചാപ്റ്ററിന്റെ ഫസ്റ്റത്തെ പാഠം കാറ്റു പറഞ്ഞെന്നുള്ള കവിതയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോടാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ വേഗത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് കേട്ടോ, കാറ്റേ കടലേ. അപ്പൊ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? എന്താ? കടൽ തീരമാണ് അല്ലെ? കടൽ തീരത്ത് എന്താണുള്ളത്? കുട്ടികൾ കളിക്കുന്നുണ്ട്, പട്ടം പറത്തി കളിക്കുന്നുണ്ട്. നോക്കൂ, എന്തൊക്കെ മണൽ വെച്ചിട്ട് മണൽ വെച്ച് കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പട്ടിക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അല്ലെ? പിന്നെ എന്താ? തിരമാലകള്. ആകാശത്ത് ആരാ പട്ടം നോക്കി ആരാണ്? കാറ്റാണ് കേട്ടോ. ഒരു സ്ത്രീ രൂപം ഇവിടെ കാണുന്നില്ലേ? അത് ആരാണത്? കാറ്റ് അല്ലേ? കാറ്റിന്റെ സ്ത്രീ രൂപത്തിൽ വരച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. വാതിൽ. അപ്പൊ ഒരു കവിതയാണ്. ആര് എഴുതിയ കവിതയാണിത്? കവയിത്രി സുഗതകുമാരിയുടെ കവിതയാണ് നിർഭയ. അപ്പൊ ആ കവിതയിലെ ഒരു 3 വരിയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് അതൊന്ന് വായിച്ചു നോക്കാം. മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി, വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. ഇത്രയേ ഉള്ളൂ കവിത അല്ലെ? വളരെ 3 വരിയാണ്. പക്ഷെ ആ 3 വരിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഈ കവിതയുടെ ആശയം എന്തായിരിക്കും? നമുക്ക് നോക്കാം കവിതയുടെ ആശയം. ഈ കവിതയിൽ പ്രകൃതിയുടെ നാശം വരുത്തുന്ന മനുഷ്യരുടെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. മലകളൊക്കെ ഇടിച്ചു നിരപ്പാക്കുന്നത് ആരാണ്? പ്രകൃതിയാണോ? അല്ല അല്ലെ? മനുഷ്യരാണ് പ്രകൃതിയെ എന്ത് ചെയ്യുന്നത്? പ്രകൃതി നശിപ്പിക്കുന്നത് അല്ലെ? മലകൾ പൊളിച്ചു മാറ്റി, കാടുകൾ വെട്ടിമാറ്റി ഭൂമിയുടെ സൗന്ദര്യവും സമാധാനവും നഷ്ടമാകുന്ന അവസ്ഥയാണ് കവിത സൂചിപ്പിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളുടേതാണെന്നും പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും മാത്രമേ ഭാവി തലമുറയ്ക്ക് സന്തോഷകരമായ ജീവിതം നൽകുകയുള്ളൂ എന്നും കവിത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ഈ കവിതയുടെ ആശയം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മാനത്തും താഴത്തും. ആദ്യം 1 ടൈം റീഡ് ചെയ്യാം കേട്ടോ. മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളും ഒക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി അല്ലെ? എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ? മരങ്ങൾ മാത്രമാണെങ്കിൽ അത് പ്രകൃതിയാവോ? അല്ലെങ്കിൽ സൂര്യൻ മാത്രമാണെങ്കിൽ അത് പ്രകൃതി നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം ചേർന്ന് നമ്മൾ മനുഷ്യരും കൂടെ ചേരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? പ്രകൃതി എന്ന വാക്ക് മുഴുവനാവുന്നത്. എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത്? അപ്പൊ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രകൃതി, നമുക്ക് ആ പ്രകൃതിയുടെ ഫീലിംഗ് അറിയാൻ ആണ് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അതായത് ഫസ്റ്റ് പാഠം കാറ്റു പറഞ്ഞത് എന്നുള്ള കവിതയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യാണ്. കവിതയുടെ പേരെന്താ? കാറ്റു പറഞ്ഞത്. അപ്പൊ ആരാണ് കവിത എഴുതിയിരിക്കുന്നത്? ആരാണ്? കവി ഇ ജിനനാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം കുരുത്തോലക്കിളിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കാറ്റു പറഞ്ഞത് എന്നുള്ള കവിതയിലൂടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് കവിത വായിക്കാം, എന്നിട്ട് കവിത എന്താന്ന് പറയാം. അപ്പൊ കാറ്റു പറഞ്ഞത്: കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടു കിട്ടാൻ എന്തു മാർഗം? തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ. അപ്പൊ കവിത വായിക്കുന്നതിന് മുമ്പ് എന്താന്നുള്ള ഒരു സാരാംശം മനസ്സിലാക്കി വെക്കുക. ഇതൊരു സംഭാഷണ രൂപത്തിലുള്ള ഒരു കവിതയാണ്. അതായത് ഒരു കുട്ടിയും കാറ്റും തമ്മിലാണ് സംസാരിക്കുന്നത് കേട്ടോ. കുട്ടി കാറ്റിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഫസ്റ്റത്തെ സ്റ്റാൻസ്, ഈ ഫസ്റ്റ് കാണുന്ന ഇതിലെ ഫസ്റ്റത്തെ 4 വരിയിൽ എന്താ പറയണത്? കുട്ടി കാറ്റിനോട് ചോദിക്കുകയാണ്, കണ്ണിൽ പെടാത്തൊരു കാറ്റ്. കാറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? കാറ്റ് വരുന്നു അല്ലെങ്കിൽ കാറ്റ് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ? പക്ഷെ നമുക്ക് കാറ്റ് വന്നു നമ്മൾ എങ്ങനെ അറിയാ? ആ മരങ്ങളും ചെടികളൊക്കെ അനങ്ങുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാറി പറക്കൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ കാറ്റ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മരം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കുന്ന പോലെ കാറ്റിനെ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ അതാണ് ഇവിടെ കുട്ടി ചോദിക്കുന്നത്. കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടു കിട്ടാൻ എന്തു മാർഗം? നിന്നെ കാണാൻ എന്താണ് ഒരു മാർഗം എന്ന് കാറ്റിനോട് കുട്ടി ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഉത്തരമാണ് അടുത്ത 2 വരി ട്ടോ. എന്താ കാറ്റ് പറയണത്? തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട്. ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കുഞ്ഞേ, എപ്പോഴും ഞാൻ നിന്നെ തൊട്ടു തലോടി പോകുന്നുണ്ടല്ലോ എന്ന് കാറ്റ് പറയുകയാണ്. അടുത്തത് കാറ്റ് പറയുന്ന വരികൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ 2 വരിയുടെ ഉത്തരമാണ് തുടർന്നുള്ള വരികള്. ആദ്യത്തെ വരി കുട്ടിയുടെ ചോദ്യമാണ്. കാറ്റിനെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് തുടർന്നുള്ള വരികള്. അടുത്ത വായിക്കാം. അടുത്ത 4 വരി: തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ, വീശിത്തരുന്നില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. എന്താ കാറ്റ് പറയുന്നത്? തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. നീ തൊട്ടിലാട്ടിയ പ്രായം എന്ന് വെച്ചാൽ അത്രയും കുഞ്ഞാകുമ്പോ തൊട്ട് നീ എന്നെ തൊട്ടറിയുന്നതാണല്ലോ. അതായത് വീശി തരുന്നില്ലേ നിനക്ക് ഞാൻ എന്നും, അതായത് എന്താണ് വീടിനകത്തും പുറത്തൊക്കെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നില്ലേ? വീശി തരുന്നില്ലേ? എന്റെ ആ ഒരു പ്രസൻസ് അല്ലെ, അവിടെ കാറ്റുണ്ട് എന്നുള്ള പ്രസൻസ് നീ തിരിച്ചറിയുന്നില്ലേ എന്ന് കാറ്റ് ചോദിക്കുകയാണ്. ആലിനിലകളും മാവും മറ്റും ആടുമ്പോൾ എന്നെ നീ കാണും, പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോൾ എന്നെ നീ കേൾക്കും. എങ്ങനെയാണ് നീ എന്നെ കാണുന്നത്? എങ്ങനെയാണ് ഞാൻ വന്നു എന്ന് അറിയുന്നത്? എങ്ങനെയാണ്? ആലിനിലകളും മാവും അല്ലെ, ഇലകളൊക്കെ ഇങ്ങനെ ആടുന്ന സമയത്ത് നീ എന്ത് മനസ്സിലാക്കും? എന്നെ കാണുന്നു, നീ അതിലൂടെ നീ എന്നെ കാണുന്നു. പീപ്പിയും ഓടക്കുഴലൊക്കെ പാടുമ്പോഴോ ശബ്ദരൂപത്തിൽ അല്ലെ, ശബ്ദരൂപത്തിൽ നീ എന്നെ കേൾക്കുന്നില്ലേ? കണ്ടോ? കാറ്റും കുട്ടികളുമാണ് ഇവിടെ ചിത്രത്തിലുള്ളത്. അടുത്ത വരികൾ എന്താണ്? ആഴിത്തിരകൾക്കു മീതെ ഞാനൊന്നോടി കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്ക് ഉപ്പായി വന്നു കൂടുമ്പോൾ എന്നെ രുചിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? തിരമാലകൾ അല്ലെ, തിരമാലകൾക്ക് മീതെ കൂടെ കാറ്റ് പോകുന്ന കണ്ടില്ലേ? നമ്മള് തിരമാലകൾ വരുന്നത് എപ്പോഴാ? കാറ്റ് വരുന്ന സമയത്ത് നല്ല ശക്തമായ തിരമാലകളൊക്കെ വരും അല്ലെ? അപ്പൊ അവിടെ അതിലും എന്താണ്? നീ എന്റെ പ്രസൻസ്, ഞാൻ ഉണ്ട് എന്നുള്ളത് നീ തിരിച്ചറിയുന്നില്ലേ? ആഴിത്തിരകൾക്ക് മീതെ, ആഴി എന്ന് പറഞ്ഞാൽ എന്താ? കടൽ അല്ലെ, തിരകൾക്ക് മീതെ ഞാൻ ഓടിക്കളിച്ചതിന് ശേഷം ഓടി നീ നാവിലേക്ക് ഉപ്പായി വന്ന് കൂടുമ്പോൾ നീ എന്റെ രുചി നീ തിരിച്ചറിയുന്നില്ലേ എന്ന് കാറ്റ് ചോദിക്കുകയാണ്. കാറ്റിന്റെ ഒരു രുചിയാണ് അവിടെ പറയുന്നത് അല്ലെ. കാറ്റിന് ശരിക്കും രുചിയില്ല, പക്ഷെ നമ്മൾ ആ ഒരു കടൽ തീരത്ത് അല്ലെങ്കിൽ കടൽ വെള്ളത്തിലൊക്കെ എന്താണ്? ഉപ്പ് രസമാണ് അല്ലെ ഇവിടെ പറയുന്നത്. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും, കുഞ്ഞേ നിൻ ശ്വാസമായി എന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. അതേപോലെ എങ്ങനെയാണ്? സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവില് ഗന്ധമായി, എന്താ ഗന്ധം വെച്ച മണം, പൂവിന്റെ മണം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എവിടെയോ പൂക്കുന്ന പൂവിന് ഒരുപാട് ദൂരത്തായിരിക്കും പൂ പൂത്തിട്ടുണ്ടാവുക, പക്ഷെ നമുക്ക് നിൽക്കുന്നിടത്ത് നമുക്ക് പൂവിന്റെ ഒരു മണം കിട്ടും അല്ലെ, മണം വരും. അതെങ്ങനെയാണ് വരുന്നത്? കാറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗന്ധം നമ്മുടെ മൂക്കിലെത്തുന്നത്. അപ്പൊ ഗന്ധമായിട്ട് ഞാൻ നിന്നിലേക്ക് എത്തും, അതായത് നിൻ ശ്വാസമായിട്ട് എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ എന്ന്, എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് കാറ്റ് എന്ത് പറയാണ് അല്ലെ. അതായത് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസമായിട്ട് കാറ്റ് എന്നും നമ്മുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ആ കുട്ടിക്ക് കാറ്റിനെ കാണാനുള്ള പല മാർഗങ്ങളാണ് എന്ത് ചെയ്തത്? കാറ്റ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഇതാണ് ഈ കവിതയുടെ ആശയം. അപ്പൊ നമുക്ക് കവിത ഒന്ന് വായിക്കാം. കാറ്റു പറഞ്ഞത്: കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടു കിട്ടാനെന്തു മാർഗം?
തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വീശി തരുന്നില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ആലിനിലകളും മാവും മറ്റും ആടുമ്പോൾ എന്നെ നീ കാണും പീപ്പിയുമോടെ കുഴലും മറ്റും പാടുമ്പോൾ എന്നെ നീ കേൾക്കും ആഴിത്തിരകൾക്കു മീതെ ഞാനൊന്നോടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലെ കുപ്പായി വന്നു കൂടുമ്പോൾ എന്നെ രുചിക്കും സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞേ നിൻ ശ്വാസമായി എന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. ആരെഴുതിയ കവിതയാണിത്? ഈ ജിനൻ. ഏത് കവിതാ സമാഹാര? കുരുത്തോലക്കിളി അല്ലേ? അപ്പൊ നമുക്ക് ഈ കവിതയുടെ ആശയം എഴുതാം. കവി ഈ ജിനന്റെ കുരുത്തോലക്കിളി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് കാറ്റു പറഞ്ഞത് എന്ന കവിത. ഈ കവിതയിൽ എങ്ങനെയെല്ലാമാണ് മനുഷ്യർ പ്രകൃതിയെ അനുഭവിച്ചറിയുന്നത് എന്ന് വിവരിക്കുന്നു. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വരികളാണ് നമുക്ക് ഈ കവിതയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒരു കുട്ടിയും കാറ്റും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് കവിത. കണ്ണിൽ കാണാൻ സാധിക്കാത്ത പ്രകൃതിയുടെ ഒരു വരദാനമാണ് കാറ്റ്. ആ കാറ്റിനെ കാണാനുള്ള കുട്ടിയുടെ ആഗ്രഹത്തിൽ നിന്നുമാണ് കവിത തുടങ്ങുന്നത്. കാറ്റിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല, എന്നാൽ പല രീതിയിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. കുട്ടി കാറ്റിനോട് ചോദിക്കുകയാണ്, കണ്ണിൽ കാണാൻ സാധിക്കാത്ത കാറ്റേ, നിന്നെ കാണാൻ എന്താണ് മാർഗമെന്ന്. കുട്ടിയുടെ ആ ചോദ്യത്തിനുള്ള കാറ്റിന്റെ ഉത്തരമായാണ് തുടർന്നുള്ള വരികൾ. കാണാൻ സാധിക്കില്ലെങ്കിലും തലോടലായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട് എന്ന് കാറ്റ് കുട്ടിയോട് പറയുന്നു. നീ തൊട്ടിലിൽ കിടക്കുന്ന പ്രായം തൊട്ട് കാറ്റായി ഞാൻ നിന്റെ കൂടെയുണ്ട്. വീടിനകത്തും പുറത്തും ഒരു വിശറിയായി ഞാൻ നിനക്ക് വീശി തരുന്നില്ലേ എന്നാണ്. തരുന്നില്ല എന്നല്ല, അവിടെ ചിഹ്നം ചേർക്കണേ. തരുന്നില്ലേ എന്ന് ആരാ ചോദിക്കുന്നത്? തരുന്നില്ലേ എന്നും കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ചേർക്കുക? ഇല്ലേ എന്നുള്ള ചിഹ്നം ചേർക്കണേ. ഇങ്ങനെ ചേർക്കണം കേട്ടോ. തരുന്നില്ലേ എന്നാണ്. എന്നും കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. ഇലകളെ ഞാൻ ആട്ടുന്നത് നീ കാണാറില്ലേ എന്നും പീപ്പിയും ഓടക്കുഴലും ഒക്കെ പാടുമ്പോൾ ശബ്ദമായി നീ എന്നെ കേൾക്കുന്നില്ലേ എന്നും കാറ്റ് പറയുന്നു. തിരമാലകൾ ഇളക്കി ഞാൻ കളിച്ച് നിന്റെ നാവിൻ തുമ്പിൽ ഉപ്പിന്റെ രുചിയിലെത്തുമ്പോൾ നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ. ഇത് നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. തിരിച്ചറിഞ്ഞില്ലേ എന്ന് കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. സന്ധ്യയ്ക്ക് വിരിയുന്ന പൂവിന്റെ ഗന്ധമായി ഞാൻ നിന്റെ ശ്വാസത്തിൽ അലിയുന്നു. നിന്റെ ശ്വാസമായി എന്നും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും കാറ്റ് കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും പ്രകൃതിയാണ്. ആ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യർക്കും മറ്റു ജീവജാലകങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ കവിത. അപ്പൊ ഇതാണ് കവിതയുടെ ആശയം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ കവിതയുടെ തുടർന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.